ലൈഫ് ഇൻ യുകെയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് NHS പേ ഓഫറാണ്. 2024-25 പുതിയ പേ ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. പേ ഓഫർ വന്നിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള ഗൈഡൻസ് എന്നാണ് ഇത് കൊടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ എംപ്ലോയേഴ്സ് വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് അതിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ന് ഇത് റിസീവ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാവും. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യത്തെ പേ ഓഫറിനെ കുറിച്ച് നോക്കാം. ചെറിയൊരു കമ്പാരിസൺ. നമുക്ക് ഈ പ്രാവശ്യം ലാസ്റ്റ് ഇയറിലെ പോലെ ലംസം പേയ്മെന്റോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഈ പ്രാവശ്യം ശരിക്കും 5.5% പേ റൈസ് ആണ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് റീസെന്റ് ആയിട്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ലാസ്റ്റ് ഇയറിലെ ഈ ഇയറിലും കൂടി നോക്കുവാണെങ്കിൽ ബാൻഡ് 2-ന് ലാസ്റ്റ് ഇയറിൽ 22,383 പേയ്മെന്റ് ആണ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് ഈ 2024-25 23,615 ആയിട്ട് കൂടിയിട്ടുണ്ട്. അതായത് ഈ രണ്ടും വെച്ചുള്ള ഡിഫറൻസ് നോക്കുവാണെങ്കിൽ 1,232 പൗണ്ട് ഡിഫറൻസ് ഉണ്ട്. പ്രാവശ്യത്തെ പേ റൈസ് നമ്മുടെ ആരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് വന്നിട്ടില്ലെങ്കിലും നമുക്കറിയാം ഇത് ഇപ്പൊ ഈ കിട്ടുന്ന 5.5 തന്നെ ഒരു വലിയ കാര്യമാണ്. അതിന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സാധനങ്ങൾക്കും വില കൂടി. ആൽഡിയൊക്കെ നമുക്കിവിടെ സാധനങ്ങൾ ഉള്ളതിൽ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഷോപ്പാണ്. പക്ഷെ അവിടെ പോലും നമുക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിലക്കയറ്റമാണ് സാധനങ്ങൾക്ക് എല്ലാത്തിനും വന്നിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു പേ ഇൻക്രീസ് ആണെങ്കിൽ പോലും അത് നമുക്കൊരു വലിയ കാര്യം തന്നെയാണ്. ബാൻഡ് 3-യുടെ നമുക്ക് ലാസ്റ്റ് ഇയറിൽ എന്ന് പറയുന്നത് 22,817 ആയിരുന്നു. അതായത് 0 to 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്. അപ്പൊ അത് ഈ പ്രാവശ്യം 24,071 ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ഇതിൽ 2 ഇയർ കഴിഞ്ഞു കഴിയുമ്പോൾ 25,674 ആണ്. ലാസ്റ്റ് ഇയറിലെ ബാൻഡ് 4-ന്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് 25,147 ആയിരുന്നു. അതിപ്പം ഈ ഇയറിൽ 26,530 ആണ്. ബാൻഡ് 4-ന്റെ 3 ഇയർ കഴിഞ്ഞിട്ടുള്ള സാലറി എന്ന് പറയുന്നത് 29,114 ആണ്. ബാൻഡ് 4-നെ സംബന്ധിച്ചുള്ള ഒരു കാര്യം അവർക്ക് ഇപ്പോഴും നിരാശയാണ്. അതായത് 3 ഇയർ കഴിഞ്ഞിട്ടാണ് പേ പ്രോഗ്രഷൻ വരുന്നുള്ളൂ. ബാക്കി ബാൻഡ് 2-ഉം ബാൻഡ് 5, ബാൻഡ് 6, ബാൻഡ് 7 അങ്ങനെ ആ ഒരു എല്ലാ കാറ്റഗറിയിലുള്ളവർക്ക് 2 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേ പ്രോഗ്രഷൻ ആണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക്. പക്ഷെ ബാൻഡ് 4-ന് മാത്രം അതിനൊരു മാറ്റം ഇപ്രാവശ്യം സംഭവിച്ചിട്ടില്ല. അപ്പൊ ബാൻഡ് 4-ന് ഒരു ബെനിഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം യുകെയിലേക്ക് ഫാമിലിയെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒരു കമ്പൈൻഡ് ഇൻകം 29,000 ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ ബാൻഡ് 4-ന്റെ ഇപ്പോഴത്തെ ടോപ്പ് സാലറി എന്ന് പറയുന്നത് 29,114 ആണ്. അപ്പൊ അത് വെച്ചിട്ട് അവർക്ക് ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ബാൻഡ് 5 നോക്കുവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടിയത് 28,408 ആണ് ലാസ്റ്റ് ഇയറിലുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യത്തെ എൻട്രി പോയിന്റ് ഇറ്റ് ഈസ് 29,970. ആഫ്റ്റർ 2 years it is going to 32,324 and again after 2 years it is going to 36,483. ബാൻഡ് 5-ന്റെ നമുക്ക് ലാസ്റ്റ് ഇയറിലെ ഇപ്പോഴത്തെ ഒരു ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,561 പൗണ്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ബാൻഡ് 6-ന്റെ നമുക്ക് ലാസ്റ്റ് ഇയറിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 35,391 ആയിരുന്നു. അത് ഇപ്രാവശ്യം നമുക്ക് 37,338 ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ആഫ്റ്റർ 2 years 39,405-ഉം അത് കഴിഞ്ഞ് 3 years പ്രോഗ്രഷൻ എന്ന് പറയുന്നത് 44,962 കൂടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ബാൻഡിന്റെയും ഇതിനനുസരിച്ച് ഓരോ ബാൻഡ് കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ബാൻഡ് 6-ല് ഇപ്പൊ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1,947 ആണ് ലാസ്റ്റ് ഇയറിലെ തമ്മിലുള്ള ഡിഫറൻസ് എൻട്രി പോയിന്റിൽ വരുന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് NHS എംപ്ലോയേഴ്സിന്റെ വെബ്സൈറ്റിൽ റെഫർ ചെയ്തിട്ടാണ്. ഞാൻ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ബാൻഡിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ളത് നോക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും അറിയാം നമുക്കിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും പുറത്തു പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഒക്കെ സേഫ് ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.